പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് ഓർഗൻസ് സംഘടിപ്പിക്കാനുള്ള കേരളീയരുടെ അവകാശം സർക്കാർ നിരോധിച്ചത് തൊട്ട് ഈ മാഫിയകൾ സജീവമായിട്ടുണ്ടെങ്കിൽ അതിന് പരിപൂർണമായ ഉത്തരവാദിത്തം ഇപ്പൊ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരൊന്നുമല്ല, ഈ കേരളം ഭരിച്ചിട്ടുള്ള സർക്കാരുകളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം കേരളത്തിൽ ചർച്ചയായി. ജനം ടി വിയിലെ 6 or 7 തവണ നിങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരുകളുടെ 100% പിടിപ്പുകേട് കൊണ്ടാണ്. ഈ കൃഷ്ണരാജ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇതില് ഈ വാഗ്ദാനം ചെയ്ത കിഡ്നി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട്, വ്യാജ ഏജന്റുമാരുണ്ട്. ഇപ്പൊ 4 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ 2 ഏജന്റുമാരെ എന്റെ ബന്ധുവിന് വേണ്ടിയിട്ട് മേടിച്ചിട്ട് കബളിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമ്മൾ ഈ 2 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആധാർ കാർഡ് തരുന്നുണ്ട്, അവരുടെ തിരിച്ചറിയാനുള്ള എല്ലാ രേഖകളും നമുക്ക് തന്നിട്ടാണ് നമ്മൾ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ആധാർ കാർഡ് പിന്നീട് കിഡ്നി തരാതായപ്പോ ഈ ആധാർ കാർഡിന്റെ പുറകെ പോയിട്ടപ്പോ അന്വേഷിച്ചപ്പോ ഈ ആധാർ കാർഡ് തന്നിട്ടുള്ള ഇറക്കം തന്നെ വ്യാജമാണ്. അപ്പൊ വ്യാജമായ ആധാർ കാർഡും രേഖകളും ഉണ്ടാക്കിക്കൊണ്ട് കിഡ്നി ഏജന്റുമാർ കേരളത്തിൽ സജീവമായിട്ടും സർക്കാർ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഏജന്റുമാർ ആരായാലും അവർ പണം വാങ്ങുന്നതിൽ നിന്ന് എല്ലാവർക്കും അതിൻ്റെതായ ഷെയർ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലും ഏജന്റുമാരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നോ സർക്കാരിന് നടപടി എടുക്കാമായിരുന്നു. ഒരു കാര്യം കൂടി പറയാൻ എന്നെ അനുവദിക്കണം. ഈ 15/2/2018 ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്, MS നമ്പർ 26/2018/HNFWD എന്ന് പറഞ്ഞിട്ട്. അത് എന്താണ് ചെയ്തു കഴിഞ്ഞാൽ ഈ KNOS എന്ന് പറയുന്ന പിന്നീട് ഇപ്പൊ അത് കേസ് ഓട്ടോ ആയിട്ട് മാറി. അതിലെ പോയിട്ട് കിഡ്നിയുടെ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ലിവറിന്റെ ആവശ്യക്കാർക്ക് മസ്തിഷ്ക മരണം നടക്കാത്തവരിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഡൊണേറ്റ് ചെയ്യാനുള്ളവരിൽ നിന്ന് കിഡ്നി സ്വീകരിക്കാനുള്ള ഒരു വ്യവസ്ഥിതി ചെയ്തിട്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ചർച്ച ജനം TV കഴിഞ്ഞ 10 ദിവസമായിട്ട് ചർച്ചയ്ക്ക് എടുത്തപ്പോഴാണ് ഒരു അഭിഭാഷകൻ എനിക്ക് ഈ ഓർഡർ അയച്ചു തരുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഞങ്ങൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാം. ആവശ്യക്കാർക്ക്, അതായത് ലൈവ് ഈ മരിക്കുന്നവരുടെ കിഡ്നി, ബ്രെയിൻ ഡെത്ത് ആവുന്നവരുടെ കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ അല്ലാതെ അവയവങ്ങൾ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ഗവൺമെന്റ് ഓർഡർ നിലനിൽക്കുമ്പോൾ ഈ ഓർഡറിനെ പറ്റിയിട്ട് ഈ സർക്കാർ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഒരു പത്രത്തിലെ ഒരു 1/4 കോളം വാർത്ത പോലും കൊടുക്കാത്തതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇത്തരം ബ്രോക്കർമാർ തഴച്ചു വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ എന്ന് എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ചിന്തിച്ചു പോയ അതിലെന്താണ് ഇടപെടുന്നു.